ഒരു മനോഹരമായ വീട് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ആ കാറ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം വരും, അല്ലേ? ഇമാജിനേഷൻ. എന്താണ്? എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു വീട് വാങ്ങിയേനെ. അല്ലെങ്കിൽ ആ ഒരു മനോഹരമായ കാറ് കാണുമ്പോൾ നമ്മൾ പറയും, എൻ്റെ അടുത്ത് പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുപോലത്തെ ഒരു കാറ് വാങ്ങിയേനെ, അല്ലേ? പലപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് പണം കടം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, എടാ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ, പറയാറില്ലേ? എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സങ്കല്പമാണ്, ഇമാജിനേഷനാണ്. എന്നുവെച്ചാൽ പ്രസൻറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് സങ്കല്പിക്കാം. അതുപോലെ നമ്മളിടയ്ക്ക് ഫോൺ വിളിക്കും, ഹലോ എടാ നീ എവിടെ? നീ ഇപ്പോൾ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. വരുന്നില്ലേ? എടാ നീ വന്നിരുന്നെങ്കിൽ ഉണ്ടോ? എടാ നീ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു. നീ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ പ്രസൻറ്റിനെ കുറിച്ച് സങ്കല്പിക്കുകയാണ്. പ്രസൻറ്റ് ഇമാജിനേഷൻ എന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു അതിമനോഹരമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് വി ക്യാൻ സ്പീക്ക് പ്രസൻറ്റ് ഇമാജിനേഷൻ വെരി ഈസിലി. ഓക്കെ, വളരെ സിമ്പിളായിട്ട്. ഏതാണ് സ്ട്രക്ചർ ഇതാണ്. ആദ്യം നമുക്ക് ഈഫ് ഉപയോഗിക്കണം. എങ്കിൽ എന്ന് പറയും ഈഫ്. ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം V2. ഇപ്പോൾ ഗോന്റെ പാസ് എന്താണ്? വെന്റ്, അല്ലേ? V2. അതുപോലെ കമ്മിന്റെ പാസ് എന്താണ്? came. ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സംശയം, V2 വെർബ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് അല്ലേ? അതേ പാസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താ പറഞ്ഞ്? ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം പാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് പറയും നമ്മൾ പ്രസൻറ്റ് ഇമാജിനേഷൻ. എന്ന് വെച്ചാൽ പ്രസൻറ്റിനെ കുറിച്ച് സങ്കല്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം വരുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നല്ലോ? നമ്മൾ വുഡ് ഉപയോഗിക്കും. വുഡ് പ്ലസ് V1. വുഡ് പ്ലസ് V1. വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നു. ഓക്കെ, നിങ്ങളുടെ റിസൾട്ട് വന്നു. അപ്പോൾ നിങ്ങളുടെ ഫാദർ ഇങ്ങനെ റിസൾട്ട് നോക്കണം. ഉണ്ടോ? എന്താ പറ്റി? തോറ്റിരിക്കുന്നു. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, ഉണ്ടോ? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് പാസ് ദി എക്സാം. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. ഉണ്ടോ? ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് പാസ് ദി എക്സാം, നീ പരീക്ഷ പാസ്സായേനെ. അതിങ്ങനെ ആ ഒരു റിസൾട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. എന്ത്? നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെ. അതാണ് സങ്കല്പമാണ്, പ്രസൻറ്റ് ഇമാജിനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് യു സ്റ്റഡീഡ്, ഈ സ്റ്റഡീഡ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് ഇത് പാസ്റ്റ് അല്ലേ. നോ. ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് പ്രസൻറ്റ് ഇമാജിനേഷൻ. അത് വെറും നമ്മൾ പ്രസൻറ്റിലെ സങ്കല്പത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിളാണ് ഇഫ് യു കെയിം ഹിയർ. നമ്മൾ പറയാണ് എന്താണ്? ഹലോ. ഇഫ് യു കെയിം ഹിയർ, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ യു വുഡ് മീറ്റ് മൈ ഫ്രണ്ട്സ്. നിനക്ക് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണാമായിരുന്നു. കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് ഞാൻ നിങ്ങൾ വിളിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾക്കാണെങ്കിലോ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ വിളിക്കാണ്, ഹലോ എടാ നീ വരുന്നുണ്ടോ? ഇല്ലേ. എടാ നീ വന്നിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണാമായിരുന്നു. വരുന്നുണ്ടോ? ഇല്ല. എന്താണ്? സങ്കല്പന. അവൻ വരുന്നില്ല, ജസ്റ്റ് സങ്കല്പന. അപ്പം പറഞ്ഞു ഇഫ് യു കെയിം ഹിയർ, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ യു വുഡ് മീറ്റ് മൈ ഫ്രണ്ട്സ്, നിനക്ക് എൻ്റെ ഫ്രണ്ട്സുകളെ കാണാമായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, എന്ത്? അല്ല സാറേ, ഇത് V2 അല്ലേ, പാസ്റ്റ് അല്ലേ? തീർച്ചയായും പാസ്റ്റാണ്. പക്ഷെ ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ അതിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ക്ലിയർ? ഓക്കെ, ഇത് നമ്മൾ പ്രസൻറ്റിലെ സങ്കല്പങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഫൈൻ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
ഇനി അടുത്താണ് if you invited her, if you invited her, she would arrive here. If you invited her, she would arrive here. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെല്ലാവരും ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒക്കെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ഓക്കെ, ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആ സമയത്താണ് ഒരാൾ ചോദിക്കുന്നത്, അല്ല അവൾ വന്നില്ലേ, ആരെങ്കിലും ഒരാൾ, അഞ്ജലിയോ ആരെങ്കിലും, അവൾ വന്നില്ലേ? അപ്പോൾ നിങ്ങൾ പറയാണ്, എടാ നീ അവളെ ഇൻവൈറ്റ് ചെയ്തിരുന്നെങ്കിൽ, നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ ഇവിടെ എത്തിയേനെ. ഉണ്ടോ? നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ എത്തിയേനെ. നീ ക്ഷണിച്ചില്ല, അവൾ എത്തിയില്ല. അപ്പം ആ സമയത്ത് ഇങ്ങനെ പറയാണ് അല്ലേ, ജസ്റ്റ് ഇങ്ങനെ എന്താണ് നമ്മൾ സങ്കല്പിക്കണം ആ ഒരു സമയത്ത് പ്രസൻറ്റിൽ, എടാ നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ എത്തിയേനെ, നീ ക്ഷണിച്ചില്ല. ഓ, ഓക്കെ, പ്രസൻറ്റ് ഇമാജിനേഷൻ. ഫൈൻ. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നോ, ഇവിടെ ടൈം ചേർക്കാം. എങ്ങനെ? ഇപ്പോൾ നമ്മൾ ടൈം ചേർക്കുമ്പോൾ നമുക്കറിയാലോ ഇതെന്താണ്, ഇത് പ്രസൻറ്റ് ഇമാജിനേഷൻ ആണ് അല്ലേ. പ്രസൻറ്റിനെ കുറിച്ച് സങ്കല്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ. ആ പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടൈം ഉപയോഗിക്കാം. ഇവിടെ യെസ്റ്റർഡേ എന്ന് ഉപയോഗിക്കരുത്. യെസ്റ്റർഡേ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം ഇത് പ്രസൻറ്റ് ഇമാജിനേഷൻ ആണ്. ഇവിടെ നമുക്ക് നൗ എഴുതാം, നൗ, ടുമോറോ, ആഫ്റ്റർ ടുമോറോ. പ്രസൻറ്റ് ടൈമും അതുപോലെ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടൈമും നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ്, ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ, നീ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ, ഷീ വുഡ് അറൈവ് ഹിയർ നൗ, അവളിപ്പോൾ ഇവിടെ എത്തിയേനെ, അവളിപ്പോൾ ഇവിടെ എത്തിയേനെ. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്, എടാ നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, യു വുഡ് പാസ് ദി എക്സാം നൗ, അല്ലെങ്കിൽ യു വുഡ് പാസ് ദി എക്സാം ടുഡേ, നീ ഇന്ന് പരീക്ഷയിൽ പാസ്സായേനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രസൻറ്റിനെയോ ഫ്യൂച്ചറിനെയോ കാണിക്കുന്ന ടൈമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാസ്റ്റിൽ യെസ്റ്റർഡേ, 2 days ago, ലാസ്റ്റ് മൺഡേ, നോ ഉപയോഗിക്കരുത്. കാരണം പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഇനി അടുത്താണ്, ഓക്കെ, V2 ആണ് ഉപയോഗിക്കണം, മറക്കരുത്. V2 തന്നെ ഉപയോഗിക്കണം, പാസ്റ്റ് വെറും സെക്കൻഡ് ഫോം. ഇനി നമ്മൾ പലപ്പോഴും പറയാറുള്ള സംഭവമാണ് എന്ത്, ഞാൻ ഇങ്ങോട്ട് പണം കടം ചോദിക്കുകയാണ്, അല്ല ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ തരാണ്ടാവും, ഞാൻ നാളെ തരാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയണേ, എടാ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, നോക്കൂ കണ്ടോ, ഇല്ല, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ തന്നേനെ എന്ന് പറയില്ലേ, അതൊരു സങ്കല്പമാണ്. ഉണ്ടായിരുന്നെങ്കിൽ തന്നേനെ. ഓക്കെ, അപ്പോൾ എന്താ, ഇഫ് ഐ ഹാഡ് മണി നൗ, എൻ്റെ അടുത്ത് ഇപ്പോൾ പണം ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് മണി നൗ. അപ്പോൾ ഇവിടെ ഹാഡ് എന്താണ്, ഹാഡ് V2 ആണ്. ഹാഡ് എന്താണ്, V2 ആണ്. ഹാവ് ഇല്ലേ, ഹാവ് ഉണ്ടാവുക, അല്ല ഉണ്ട്, ഹാവ് എന്താണ്, V1 അല്ലേ, പ്രസൻ്റ് ആണല്ലോ. അതിൻ്റെ പാസ് എന്താണ്, ഹാഡാണ്. അപ്പോൾ നമ്മളിവിടെ ഹാഡ് ഉപയോഗിച്ചു. പക്ഷേ ഈഫിൻ്റെ കൂടെ വന്നതുകൊണ്ട് അത് പ്രസൻറ്റ് ഇമാജിനേഷനായി മാറി. അത് മറക്കരുത്. ഇഫ് ഐ ഹാഡ് മണി നൗ, എടാ എൻ്റെ അടുത്ത് ഇപ്പോൾ പണം ഉണ്ടായിരുന്നെങ്കിൽ, ഐ വുഡ് ഗിവ് യു, ഞാൻ തന്നേനെന്നായി. ഓക്കെ, ഇനി അടുത്താണ്, ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, കുറേ പറയണം. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഗിവ് യു. നമ്മൾ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വേ ഓഫ് മേക്കിംഗ് സെൻറ്റൻസ്, ആ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന ആ ഒരു വേ നമുക്ക് മനസ്സിലാവും. ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും. ക്ലിയർ? അപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇഫ് ഐ ഹാഡ് മണി നൗ ഐ വുഡ് ഗിവ് യു. ഇനി അടുത്തൊരു എക്സാമ്പിളാണ്, ഇഫ് ഹി ഹാഡ് മണി he would buy that house. അവൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ വീട് വാങ്ങിയേനെ. എന്താണ്? അവൻ്റെ അടുത്ത് ആ പണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ വീട് വാങ്ങിയേനെ എന്ന്. ഓക്കെ, പണമില്ല, അവനിങ്ങനെ ഒരു വീടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, കണ്ടോ, സത്യം പറയാലോ, അവൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ വീട് വാങ്ങിയേനെ. അതെന്താണ്? പ്രസൻറ്റ് ഇമാജിനേഷനാണ്. ഓക്കെ, ഹാഡ് എന്താണ്? വെർബ് സെക്കൻഡ് ഫോം. എന്തിൻ്റെ? ഹാവിൻ്റെ. അപ്പം ഈഫിൻ്റെ കൂടെ വെർബ് സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അതെന്താണ്? പ്രസൻറ്റ് ഇമാജിനേഷനാണ്. പലർക്കും സംശയമുള്ളൊരു സംഭവമാണത്. ഓക്കെ, ഇനി അടുത്താണ്, ഇഫ് ഐ വേർ യു
ഐ വുഡ് ഗോ ദിയർ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എടാ നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ അവിടെ പോയേനെ. ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണുകയാണ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു എന്തുണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഓക്കെ, ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ മീറ്റിങ്ങിന് പോയില്ല. അപ്പം ഞാൻ നിങ്ങളെ കാണുകയാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ മീറ്റിങ്ങിന് പോയോ? ഇല്ല. ഇല്ലേ? ഞാൻ അല്ലെങ്കിൽ നീ ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നീ ആയിരുന്നെങ്കിൽ, എന്നാണ് ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ. എന്താണ് ഇതിങ്ങനെ പ്രസന്റിൽ പറയല്ലേ, ഞാൻ ഇങ്ങോട്ട് എന്താണ് സങ്കല്പിക്കുകയാണ് ഞാൻ. എന്താണ് നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ എന്ന് പറയും. ഇഫ് ഐ വേർ യു ഐ വുഡ് ഗോ ദിയർ. നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ എന്നായി. ഓക്കെ. അപ്പൊ ഇവിടെ വേറെന്താണ്, വെർബ് സെക്കൻഡ് ഫോം ആണ്. നമ്മുടെ ഈസ് എം ആർ ഇല്ലേ, ഈസ് എം ആർ, അത് പ്രസന്റ് ആണല്ലോ തീർച്ചയായിട്ടും. ഈസ് എം ആറിന്റെ പാസ്റ്റ് ആണ് എന്ത്, വാസ് വേർ. അപ്പൊ അതുകൊണ്ട് വാസ് വേർ എന്താണ്, വെർബ് സെക്കൻഡ് ഫോം ആണ്, V2 ആണ്. ഓക്കെ, V2. അപ്പൊ നമുക്കറിയാം ഈഫിന്റെ കൂടെ V2 വന്നു കഴിഞ്ഞാൽ, പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ, വെർബ് സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ അതാണ് അത് പ്രസന്റ് ഇമാജിനേഷൻ എന്ന് വിളിക്കുക. അതിനെ പ്രസന്റ് ഇമാജിനേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ? അതുപോലെ ഇവിടെ നമ്മൾ സബ്ജക്റ്റ്, അത് ഐ ആയാലും കുഴപ്പമില്ല, യു ആയാലും കുഴപ്പമില്ല, ഷീ ആയാലും ഹീ ആയാലും എന്താണെങ്കിലും, സിംഗുലർ ആണെങ്കിലും കുഴപ്പമില്ല, പ്ലൂറൽ ആണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ വേറെ വരാൻ പാടുള്ളൂ. അതൊരു നിയമം കേട്ടോ. എന്താണ്, സബ്ജക്റ്റ് എന്തായാലും അവിടെ വേറെ തന്നെ വരാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് പ്രസന്റ് ഇമാജിനേഷൻ. ഫൈൻ. അപ്പോൾ ഞാൻ അടുത്ത് പറയാണ്, ഇഫ് ഷീ were rich I would marry her. എന്താ പറഞ്ഞ്, ഇപ്പോൾ ഒരു കല്യാണം വന്നു, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല? അപ്പോൾ നിങ്ങൾ പറയാണ്, ഇഫ് ഷീ were rich, അവൾ ഒരു പണക്കാരി ആയിരുന്നെങ്കിൽ ഉണ്ടോ, ഐ വുഡ് മാരി ഹെർ, ഞാൻ അവളെ കല്യാണം കഴിച്ചേനെ. അവൾ ഒരു പണക്കാരി ആയിരുന്നെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചേനെ. പക്ഷെ അവൾ പണക്കാരിയല്ല. കണ്ടോ, എന്താണ്, ജസ്റ്റ് പ്രസന്റ് ഇമാജിനേഷൻ ആണ്, പ്രസന്റ് ഇമാജിനേഷൻ. ഇതുപോലെ നമ്മൾ പ്രസന്റിൽ ഇമാജിനേഷൻ സങ്കല്പിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ യൂസ് ചെയ്യുക. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ടൈം ഉപയോഗിക്കണമെങ്കിൽ ടൈം പ്രസന്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കാണിക്കുന്ന ടൈമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാസ്റ്റിനെ കാണിക്കുന്ന യെസ്റ്റർഡേ, 2 days ago, ലാസ്റ്റ് മൺഡേ അങ്ങനെ ഉപയോഗിക്കരുത്. കാരണം ഇതിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പാസ്റ്റിൽ നമ്മൾ അങ്ങനെ സങ്കല്പിക്കാറില്ലേ, കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വണ്ടി വാങ്ങിയേനെ, അങ്ങനെയും നമ്മൾ സങ്കല്പിക്കാറില്ലേ. അതിന് പറയും പാസ്റ്റ് ഇമാജിനേഷൻ. അങ്ങനെ നമ്മൾ പാസ്റ്റിൽ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ, സങ്കല്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്ട്രക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നോക്കാം. ഓക്കെ, ഇവിടെ ഫൈൻ. ഇനി ഇത് നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ഇതെന്താ, ഇതാണ് നമ്മുടെ പാസ്റ്റ് ഇമാജിനേഷൻ. നമ്മൾ പാസ്റ്റിലും സങ്കല്പിക്കാറില്ലേ. ഇപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ആ പ്രോഗ്രാമിൽ പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാലേട്ടൻ വന്നിരുന്നു, അല്ലെങ്കിൽ മമ്മൂട്ടി വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ പാർട്ടിക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരുന്നു, നിങ്ങളെയും ആ പ്രോഗ്രാമിന് ക്ഷണിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ വന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാണ്, അപ്പം എങ്ങനെയുണ്ട്, കഴിഞ്ഞ ആഴ്ച നീ അവിടെ വന്നിരുന്നെങ്കിൽ നിനക്ക് ലാലേട്ടനെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാണാമായിരുന്നു. കഴിഞ്ഞ ആഴ്ച കേട്ടോ, കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നീ പ്രോഗ്രാമിന് വന്നിരുന്നെങ്കിൽ നിനക്ക് മമ്മൂട്ടിയെ കാണാമായിരുന്നു. എന്താണ്, ഇത് കഴിഞ്ഞു പോയതാണ്. ഇത് പാസ്റ്റ് ഇമാജിനേഷൻ. അങ്ങനെ നമ്മൾ പാസ്റ്റിൽ സങ്കല്പിക്കുമ്പോൾ അതിന് പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഈ സ്ട്രക്ചർ. ഏതാണ്? നമ്മൾക്ക് ഈഫ് പറയണം, അതിൻ്റെ കൂടെ ഹാഡ്. ഓക്കെ, ഹാഡ്, അതിനുശേഷം വെർബ് തേർഡ് ഫോം. ഹാഡ് പ്ലസ് വെർബ് തേർഡ് ഫോം. എന്തിൻ്റെ കൂടെ? ഈഫിൻ്റെ കൂടെ. ഈഫിൻ്റെ കൂടെ
വെർബ് സെക്കൻഡ് ഫോം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പ്രസന്റ് ഇമാജിനേഷൻ. ഓക്കെ. പക്ഷേ ഈഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് വെർബ് തേർഡ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് പാസ്റ്റ് ഇമാജിനേഷൻ ആണ്. ഓക്കെ. പിന്നെ അതിന് ശേഷം വരുന്ന ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് വുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം. വുഡ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം വളരെ സിമ്പിളാണ്. നമ്മൾ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ, ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് ലാസ്റ്റ് ഇയർ, എന്താണ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, കഴിഞ്ഞ വർഷം നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ യു വുഡ് ഹാവ് പാസ് ദി എക്സാം, നീ പരീക്ഷ പാസ്സായനെ. കണ്ടോ ഇവിടെ, കണ്ടോ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ആ പാസ്റ്റിനെ കാണിക്കുന്ന ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ പാസ്റ്റ് സങ്കല്പമാണെങ്കിൽ, എടാ കഴിഞ്ഞ വർഷം നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ പരീക്ഷ പാസ്സായനെ. ഇതെന്താണ് പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് ഇമാജിനേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചു. ഇനി ഇവിടെ നമുക്ക് സ്റ്റഡീഡ് ഈ ഹാഡ് ഒഴിവായി കഴിഞ്ഞാൽ എന്തായി, അത് പ്രസന്റ് ഇമാജിനേഷൻ ആയി. റിസൾട്ട് കയ്യിലുണ്ട്. എടാ നീ തോറ്റിരിക്കുകയാണ്, എടാ നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ പാസ്സായനെ. ഇത് പ്രസന്റ് ഇമാജിനേഷൻ ആണ്. അതിൽ ഇതെല്ലാം ഉപയോഗിക്കാം, അതിൽ മറ്റേതാണ്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ വർഷം, എടാ കഴിഞ്ഞ വർഷം നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായനെ, പാസ്റ്റ് ഇമാജിനേഷൻ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഇഫ് ഷീ ഹാഡ് കം ഹിയർ യെസ്റ്റർഡേ, എന്താണ് ഇഫ് ഷീ ഹാഡ് കം ഹിയർ യെസ്റ്റർഡേ. കണ്ടോ യെസ്റ്റർഡേ പാസ്റ്റ് ആണ്. യെസ്റ്റർഡേ എന്താ അർത്ഥം? ഇതിനർത്ഥമാണ് കണ്ടോ, അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നെങ്കിൽ, എന്തായി, ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ. അവൾ ഇന്നലെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ അവളെ സഹായിച്ചേനെ, അല്ലേ, ഞാൻ അവളെ സഹായിച്ചിരുന്നേനെ എന്ന് പറയാമല്ലേ. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് കടം ചോദിക്കുമ്പോൾ, എടാ ഒരു 100 രൂപ അല്ല ഒരു 1000 രൂപ ഉണ്ടാവോ, ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തന്നേനെ പറയാറില്ലേ അല്ലേ. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തന്നേനെ, ഇല്ല. അപ്പം ഇന്നലെ അതാണ് പാസ്റ്റ് ഇമാജിനേഷൻ ആണ്. പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടി വരും. ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ എന്ത് സ്ട്രക്ചറാണ് ഇതൊക്കെ, എങ്ങനെ പറയാൻ കഴിയും, സിമ്പിളാണ്. പക്ഷെ നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പാസ്റ്റ് സങ്കല്പമല്ലല്ലോ, പാസ്റ്റ് ഇമാജിനേഷൻ അല്ല ഉപയോഗിക്കുക. എന്താണ്, പ്രസൻ്റാണ്. പ്രസൻറ്റിൽ അല്ലേ, പ്രസൻറ്റ് സങ്കല്പിക്കുക. എടാ അവനിപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ അല്ലേ, അങ്ങനെ പറയാം. അപ്പം അതുകൊണ്ടാണ് അത് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി പറയാണ്. ഇഫ് ഐ ഹാഡ് gone there last night I would have met him. എന്താ പറഞ്ഞത്? ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. ഓക്കെ, ലാസ്റ്റ് നൈറ്റ്, യെസ്റ്റർഡേ നൈറ്റ്, കഴിഞ്ഞ രാത്രി ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ, ഐ വുഡ് ഹാവ് മെറ്റ് ഹിം, എനിക്ക് അവനെ കാണാമായിരുന്നു എന്നായി. അവനിപ്പോൾ ഇല്ല, അവൻ പോയി, അവൻ ദുബായിലോട്ടോ അല്ലെങ്കിൽ സൗദിയോട്ടോ പോയി, ഇന്ന് പോയി ധരിക്കുക. ഓക്കെ, അപ്പം ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ കാണാമായിരുന്നല്ലോ. അതെന്താണ്, പാസ്റ്റ് ഇമാജിനേഷൻ അല്ലേ. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ അവനെ കാണാമായിരുന്നു. ഇഫ് ഐ ഹാഡ് ഗോൺ ദെയർ ലാസ്റ്റ് നൈറ്റ് ഐ വുഡ് ഹാവ് മെറ്റ് ഹിം. ഇത് നമ്മൾ ആദ്യം പറയുമ്പോൾ പതുക്കെ പറയണോ, വളരെ പതുക്കെ പറയണം. ആദ്യം പതുക്കെ പറഞ്ഞ് ആ ഒരു സ്ട്രക്ചർ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ശരിക്കാവോളം പതുക്കെ പറയണം. പതുക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് കൊടുക്കേണ്ടത് ഇതിനല്ല, മറ്റേതാണ്. ഇത് ഈ പ്ലസ് വെർബ് സെക്കൻഡ് ഫോം, പ്രസൻറ്റ് ഇമാജിനേഷൻ എന്നാണ്, പ്രസൻറ്റ് ഇമാജിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പാസ്റ്റിനെ കാണിക്കുന്ന ടൈമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇതാണ് പാസ്റ്റ് ഇമാജിനേഷൻ. മറ്റേതാണ്, പ്രസൻറ്റ് ഇമാജിനേഷനാണ്. അവിടെ പ്രസൻറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെയോ കാണിക്കുന്ന ടൈം ഉപയോഗിക്കാം. നൗ, ടുമോറോ, ആഫ്റ്റർ 2 days എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.